നമസ്കാരം സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരു വ്യക്തിക്ക് സമാധാനവും സന്തോഷവും നൽകുന്നത് ചിന്താശക്തിയാണ്. കഴിഞ്ഞ കാലത്തെ ചിന്തകളാണ് ഇന്നത്തെ നമ്മുടെ അനുഭവങ്ങൾ. നാളെ നമുക്കുണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തകളായിരിക്കും. മനസ്സിന്റെ അത്ഭുതകരമായ ഈ ശക്തി നമുക്കും പ്രയോജനപ്പെടുത്താം. നമ്മുടെ ചിന്തകൾ എപ്പോഴും വിജയത്തെക്കുറിച്ച് മാത്രമായിരിക്കണം. പരാജയ ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കാതെ നല്ല നല്ല ചിന്തകൾക്ക് മനസ്സിൽ ഇടം നൽകുക. അനുഭവങ്ങളെല്ലാം നന്മ നിറഞ്ഞവ ആയിരിക്കും. മറ്റുള്ളവരുടെ സന്തോഷം എഴുതാനുള്ള പെൻസിലാകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ദുഃഖം മായ്ക്കാനുള്ള റബ്ബറെങ്കിലും ആവുക. അനുഭവങ്ങൾ ആനന്ദകരമായി മാറണമെങ്കിൽ അവയോടുള്ള സമീപനം മാറണം. എല്ലാ അനുഭവങ്ങളും എല്ലാവർക്കും ആസ്വാദകരം ആവണമെന്നില്ല. ചിലത് സന്തോഷം തരുമ്പോൾ ചിലതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. ധ്യാനിക്കാതെ ജീവിക്കുന്നത് വലിയ നഷ്ടമാണ്. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ദിവസവും അവരവരുടേത് മാത്രമായ ഒരു സമയവും ഉണ്ടായിരിക്കണം. നമ്മിലേക്ക് നോക്കാനും നമ്മുടെ പ്രവൃത്തികളിലെയും ചിന്തകളിലെയും ശരി തെറ്റുകൾ മനസ്സിലാക്കാനുമുള്ള സമയം. എന്നെ വലയ്ക്കാൻ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ പോരാടാനുള്ള വീര്യം എനിക്ക് കിട്ടുമായിരുന്നില്ല എന്ന ആത്മവിശ്വാസം നമുക്കെന്നും ആവശ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതാനുഭവമായി മാറാൻ പോകുന്നത്. നിരാശയുടെ ആഴം കുറയ്ക്കുവാനുള്ള എളുപ്പവഴി പ്രതീക്ഷയുടെ ആഴം കൂട്ടുക എന്നതാണ്. വയസ്സ് കടന്നുപോയെന്നോ വയസ്സ് കുറവാണെന്നോ എന്നതിലൊന്നും കാര്യമില്ല. പ്രായമൊന്നിനും ഒരു തടസ്സമേ അല്ല. ശാരീരികമായി വൈകല്യമുള്ളയാളുടെ മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ അയാൾക്കും ജീവിതത്തിൽ അപ്രാപ്യമായ പലതും നേടാം. ആഗ്രഹപൂർണമായ ചിന്തയ്ക്ക് ഒരിക്കലും കടഞ്ഞാണിടരുത്. അവ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒപ്പം അവ നേടിയെടുക്കുന്നതിനുള്ള വഴികളും. ഒരു വ്യക്തി വിജയിക്കുന്നത് വിജയിക്കാനുള്ള ആഗ്രഹം പരാജയത്തെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ തീവ്രമായിരിക്കുമ്പോഴാണ്. നിങ്ങൾ ആരുടെ മുന്നിലും വാതിലുകൾ കൊട്ടിയടക്കരുത്. അറുത്തുമുറിച്ച് സംസാരിക്കരുത്. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുതലയ്ക്ക് നിങ്ങളെ പ്രതീക്ഷയോടെ കേട്ടിരിക്കുന്നവരുടെ സമ്മതമില്ലാതെ ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത്. ഓർക്കുക, ഒരു കസ്റ്റമർ കെയർ പ്രതിനിധി പോലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സമ്മതമില്ലാതെ ഫോൺ സംഭാഷണം നിർത്താറില്ല. ഒരു സാധാരണ കാര്യം അസാധാരണമായി ചെയ്യുന്നതാണ് വൈശിഷ്ട്യം. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു. സത്യം പറയുന്നവന് എതിരാളികളെയും ലഭിക്കുന്നു. ഏതു കാര്യങ്ങളെയും ആലോചനയോടെ സമീപിക്കുകയും ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും വേണം. സമ്പത്ത്, മതം, ജാതി, ലിംഗം എന്നിവയൊന്നും നല്ല ബന്ധങ്ങൾക്ക് തടസ്സങ്ങളല്ല. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നതിലൂടെ നാം ആ വ്യക്തിയെ മനസ്സിലാക്കുകയാണ്. പരസ്പരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി നല്ല ഹൃദയബന്ധങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കണം. കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ ദുഃഖസ്മരണകൾ അയവിറക്കിയിരിക്കാതെ അവക്കെല്ലാം പൂർണ്ണ വിരാമമിട്ടുകൊണ്ട് ഒരു പുതിയ ദിവസത്തിന് തുടക്കം കുറിക്കുക. ഇന്നത്തെ പ്രവൃത്തികളാണ് നാളെയുടെ കാതൽ. എന്നിരിക്കെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഒഴിവാക്കി മുന്നിലുള്ള നിമിഷങ്ങൾ ശ്രേഷ്ഠമാക്കാൻ ശ്രമിക്കുക. ഈശ്വരീയ ചിന്തകൾ മനസ്സിലുറപ്പിച്ച് സാഹചര്യങ്ങളെ നേരിടാൻ ശക്തിയും കരുത്തുമാർജിക്കുക. ലോകത്ത് വിജയിക്കാൻ അടിസ്ഥാനപരമായി വേണ്ടത് മനസ്സിനും ശരീരത്തിനുമുള്ള കരുത്താണ്. മനസ്സിന് കടിഞ്ഞാണിടാൻ എപ്പോഴും പ്രധാനമായി നേടേണ്ട ഗുണം സമചിത്തതയാണ്. അതോടൊപ്പം ആന്തരികമായും ബാഹ്യമായും എപ്പോഴും പ്രസരിപ്പും ഉണ്ടാകണം. പ്രസരിപ്പും സമചിത്തതയും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമുണ്ടെങ്കിൽ വിജയം കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങളിലേക്കെത്തും. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ഒരാളെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയും. എന്നാൽ മനസ്സുകൊണ്ട് കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഒരാളെ ഒരാൾക്കും തളർത്താനാവില്ല. പുറമേയുള്ള പ്രശ്നങ്ങളാവില്ല പലപ്പോഴും പലതും ഒരാളുടെ ഉൾക്കരുത്തിനെ സ്പർശിക്കുമ്പോഴാണ് തളർച്ച അനുഭവപ്പെടുന്നത്. ബാഹ്യമായ എല്ലാ തടസ്സങ്ങളും നമ്മുടെ ആത്മവിശ്വാസമാവുന്ന ഭിത്തിയിൽ തട്ടി തെറിച്ചു പോകുന്നതാവണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്ന സേവനത്തിന് ഒരാൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷയും എന്നാൽ തിരിച്ചുണ്ടാകുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള
അകലമത്രേ അയാളുടെ മാനസിക സമ്മർദ്ദത്തിന് അഥവാ പിരിമുറുക്കത്തിന് കാരണം. ഈ അകലം വർദ്ധിക്കും തോറും സ്ട്രെസ് കൂടുന്നു. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുവാൻ മനസ്സിനെ പാകപ്പെടുത്തുക. സൗഹൃദ ബന്ധങ്ങളിലോ സ്നേഹബന്ധങ്ങളിലോ ഉപാധികൾ ഉൾപ്പെടുത്താതിരിക്കുക. ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. സ്വാർത്ഥ മനോഭാവത്താൽ നമുക്ക് അപ്രിയരായി തോന്നുന്നവരെ മനസ്സിൽ കുറിച്ചിടുകയും അവർക്കെതിരെ വാസ്തവ വിരുദ്ധമായ വാക്കുകളും അവരെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവുമ്പോൾ വിഷം പുരുട്ടിയ ഒളിയമ്പാണ് നാം തൊടുത്തുവിടുന്നതെന്ന് ഓർക്കുക. മനസ്സിലെ വിഷമങ്ങളും വെറുപ്പുകളും ഒഴിവാക്കി ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നമുക്ക് സാധിക്കണം. ലക്ഷ്യബോധമുള്ളവർക്കാണ് വിജയം. പ്രതിസന്ധികളും പ്രയാസങ്ങളും തോൽവികളും മനുഷ്യജീവിതത്തിലെ അനിവാര്യതകളാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള മനഃശക്തിയും ധൈര്യവുമാണ് ജീവിത വിജയത്തിന്റെ വജ്രായുധം. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്തവരാണ്. ലക്ഷ്യബോധമുള്ളവർക്കേ വിജയത്തിലെത്താൻ സാധിക്കൂ. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടിവരില്ല. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ, അതൊരു വാക്കിലൂടെയാണെങ്കിൽ പോലും. ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നുപോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഈ ലോകത്ത് കാണാൻ ഭംഗിയില്ലാത്തതായി ഒന്നും തന്നെയില്ല. മികച്ചത് തേടി നമ്മൾ യാത്രയിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. നമുക്കിഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്ന് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്. പ്രവർത്തിക്കുക. ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം. നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു. മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പം ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക. കാട്ടുതീ ചന്ദനമരത്തെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങളതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് ഒരു സ്ത്രീക്ക് തീരാ ദുഃഖമാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം.